ഇറാനെ തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ്. ബ്രിട്ടനെയും അടിച്ചു. സഖ്യകക്ഷികളിൽ എല്ലാം ട്രംപിനെതിരെ ആക്കുക ആണ് ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ അമേരിക്കയ്ക്ക് സുരക്ഷയൊരുക്കാൻ താവളം വിട്ടു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം നടന്നത്. ഇറാനുമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം നടന്നത്. സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഈ പറയുന്ന ട്രംപ് നടത്തിയിരുന്നു. അതായത് യുദ്ധം അവസാനിപ്പിച്ചു, ഞങ്ങളുടെ ലക്ഷ്യം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടന്റെ സൈനിക താവളത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടും ബ്രിട്ടൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമുദ്രത്തിലെ ബ്രിട്ടന്റെ ഈ കൂട്ടു പങ്കാളിത്തത്തിലുള്ള ഡീഗോ ഗാർസിയ ബേസിന് നേരെയാണ് 2 ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത്. യുദ്ധം ജയിച്ചു എന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രംപ് കൊട്ടി ആഘോഷിച്ചതിന് ശേഷമായിരുന്നു ഈ ഒരു യുദ്ധം നടന്നത്. മാത്രമല്ല ഈ പറയുന്ന ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം അവർ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ട്രംപ് ഈ കാര്യം പറഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ബ്രിട്ടൻ ഒരു താവളം ഒരുക്കിയത്, അല്ലെങ്കിൽ ഒരു സുരക്ഷാ താവളം അമേരിക്കയ്ക്കായിട്ട് ഒരുക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് അവിടേക്ക് അല്ലെങ്കിൽ ആ വ്യോമ താവളങ്ങളിലേക്ക് ഈ പറയുന്ന ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഇറാൻ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാവുന്നത്, അമേരിക്കയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ ആകില്ല എന്നുള്ള ഒരു കാര്യം അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ട്രംപിനും നെതന്യാഹുവിനും ഒക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഏത് വിധേയനും യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ള പൊള്ളയായിട്ടുള്ള വാർത്തകളിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ളൊരു ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നെതന്യാഹു ഈ പറയുന്ന ട്രംപും കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് യുദ്ധത്തിന്റെ, അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടക്കുമ്പോഴേ യുദ്ധം അവസാനിച്ചു എന്നുള്ള പൊള്ളയായിട്ടുള്ള വാർത്തയാണ് ട്രംപ് പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും കപ്പലുകൾ കത്തി നശിക്കുന്നു, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നഷ്ടപ്പെടുന്നു, സൈനിക നഷ്ടം ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഈ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, യുദ്ധത്തിൽ അവരുടെ നേതാക്കളെ കൊല്ലുന്നതിലൊക്കെ ഉപരി ഇവർക്ക് എത്രത്തോളം നഷ്ടം ഇറാൻ വരുത്തി വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ട്രംപിന് മനസ്സിലായി. യുദ്ധത്തിൽ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നതിനപ്പുറത്തേക്ക് അമേരിക്കയിലും ഇസ്രയേലിലും ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ ട്രംപിന് മനസ്സിലായി. അതുകൊണ്ടാണ് ട്രംപ് പതിയെ യുദ്ധം ഞങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത്. പക്ഷേ ഈ യുദ്ധം ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ ഭരണാധികാരം പിടിച്ചെടുക്കണം, അവരുടെ എണ്ണപ്പാടങ്ങൾ ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഇറങ്ങിയ ഈ പറയുന്ന ട്രംപ് എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത്? മാത്രമല്ല എത്രത്തോളമാണ് അതിന്റെ വൈകാരികത എന്നും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം ഒരു ചർച്ചകൾ, 4ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെയാണ് സംയുക്ത ആക്രമണമായിട്ട് ഇറാനെ അങ്ങോട്ടേക്ക് പോയി ഒരു ആക്രമണം നടത്തുന്നത്. അതായത് ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും. എന്നിട്ട് ഈ പറയുന്ന ഇറാന്റെ കയ്യിൽ നിന്ന് ഇരട്ടി പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ കിട്ടിയതിനു ശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും മാറുന്നു. അതിനോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളും ഇന്ന് അതിന്റെ പ്രതിസന്ധി നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്തി എന്ന്. ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി ഒരു കപ്പലും പോയിട്ടില്ല. എല്ലാ കപ്പലുകളും നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇറാന്റെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് അഭിമാനിക്കാവുന്നത് ഇന്ത്യയുടെ മാത്രം കപ്പലുകൾ വരുന്നു എന്നുള്ളതാണ്. വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യക്ക് വേണ്ട ആവശ്യങ്ങളുള്ള കപ്പലുകൾ കടത്തിവിടുന്നു എന്നുള്ള രീതിയിലേക്ക് നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഒരു പ്രത്യേക ഇടനാഴിയൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയൊക്കെ ഇറാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയുക? അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രയേലും ഏകദേശം അടുത്തു തുടങ്ങി. ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 150-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും
ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടില്ല. കാരണം രാജ്യത്തിന് വളരെയധികം നാണക്കേടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്തു എന്നും അവിടെ ജനങ്ങൾക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളതും വളരെ നാണം കെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അമേരിക്കയും ഇസ്രായേലും പൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും രണ്ടുപേർക്കും കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. അത് ഈ ഗൾഫ് രാജ്യങ്ങളെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ പ്രതിസന്ധി ആകുന്നത് കൊണ്ട് തന്നെ ഇവിടെയും മറ്റു രീതിയിൽ പല രീതിയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. എന്തായാലും ഈ മാനിപ്പുലേറ്റ് ചെയ്ത് യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടനിലേക്ക് ഇറാന്റെ ആക്രമണം നടന്നത്. ഈ ഒരു യുദ്ധത്തിന്റെ ഗതി വളരെ നിർണായകം ആണ് എന്നതാണ് മറ്റൊരു കാര്യം. വളരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇറാന്റെ പ്രതികാരം എന്ന് പറയുന്നത് കൊടിയ പകയുള്ളതാണ്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം ആരവസാനിപ്പിച്ചെന്ന് പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷം തന്നെ ഇറാന്റെ ആക്രമണം നടന്നിരിക്കും. അത് ഈ പറയുന്ന എണ്ണപ്പാടങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയുടെ എയർബേസ് ഉള്ള സ്ഥലങ്ങളോ ആയിരിക്കാം. അതിലൊന്നായിരുന്നു ബ്രിട്ടനിലേക്കാണ്, അല്ലെങ്കിൽ ബ്രിട്ടൻ സുരക്ഷ ഒരുക്കാൻ ഒരുങ്ങി ആ ഒരു താവളത്തിലേക്ക്, ബ്രിട്ടന്റെ വ്യോമതാവളത്തിലേക്ക് ഇറാന്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ പശ്ചിമേഷ്യ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ആളിക്കത്തുന്ന ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് വേറൊരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഓരോ തുള്ളിക്കും പകരം ചോദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരത് ചോദിക്കുക തന്നെ ചെയ്യും. അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും. മാത്രമല്ല അവർ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം ഇതാണ്: യുദ്ധം ഞങ്ങൾ ആണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ തുടങ്ങിയെങ്കിൽ ആ യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞാലും യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്നും ഇറാൻ ആയിരിക്കും എന്നതിൽ സംശയമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ തന്ത്രപ്രധാന കേന്ദ്രമായിട്ടുള്ള ഡീഗോ ഗർഷിക്ക് നേരെ ഇറാന്റെ 2 ഈ മധ്യദൂര ബലസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടിട്ടുള്ളത്. ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പേ ഇവ തകർക്കപ്പെട്ടെങ്കിലും ആക്രമണ പരിധി ഇറാൻ വർദ്ധിപ്പിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ശ്രീലങ്കയ്ക്കും ഈ മാലിദ്വീപിനും തൊട്ടടുത്തുള്ള ഈ മേഖലയിലെ യുദ്ധ കാഹളം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുകയാണ്. എന്തായാലും ഇതൊരു മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇറാൻ പറഞ്ഞത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഒരു ഇറാനിയൻ പ്രദേശത്ത് നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള താവളത്തിൽ ഒരു മിസൈലും പതിച്ചില്ല എന്ന് നിരവധി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മിസൈലുകളിൽ ഒന്ന് പറക്കൽ പരാജയപ്പെട്ടു എന്നും മറ്റൊന്ന് US കപ്പലിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു SM-3 ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തടഞ്ഞു എന്നുമാണ് മാധ്യമത്തെ ഉദ്ധരിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും പശ്ചിമേഷ്യയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധം ഇറമ്പുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും ഉടലെടുക്കുകയാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സൗദിയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. സൗദിക്ക് നേരെ ഇറാന്റെ വൻ ഡ്രോൺ ആക്രമണമാണ് അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും സൗദിക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടുത്തെ എണ്ണപ്പാടങ്ങളും അമേരിക്കയുടെ താവളങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ഇതിൽ 59 ഡ്രോണുകൾ സൗദി അറേബ്യ വെടിവെച്ചിട്ടു എന്നും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും യുദ്ധത്തിന്റെ ശക്തി കൂട്ടുകയാണ് ഇറാൻ. ഒരു ഇന്ത്യൻ പൗരനും അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യം സൗദിയിലും ഉണ്ടാകുന്നു. അവിടുത്തെ ഇന്ത്യൻ എംബസികളെല്ലാം ഒരു ജാഗ്രത പാലിക്കണം. അവർക്കെല്ലാം സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം വളരെ കടുപ്പിച്ചിരിക്കുകയാണ്. ദുബായിൽ ഡ്രോണുകൾ തകർത്തു. സൗദിയിലും കുവൈത്തിലും വിവിധ മേഖലകളിൽ ആക്രമണം തടഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് നല്ല വർഷമായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ കടുത്ത നിലപാടൊന്നും ഇനി ഇതിനെ പറയാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് ഒരു ഘോരമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ വഴിവെച്ചിരിക്കുകയാണ്. മിസൈൽ മഴ, അതുപോലെ തന്നെ ആകാശം ഇരുട്ടിലും തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ ഇറാൻ പറഞ്ഞതുപോലെ വർണ്ണശോഭമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ രാത്രികൾ ഒരു രാജ്യങ്ങളിൽ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ആക്രമണം കടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന തുർക്കിയിലേക്കും ഒമാനിലേക്കും ഒക്കെ ആക്രമണം നടത്തിയത് ഇറാൻ അല്ല എന്ന്
ഇസ്രയേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണെന്നൊക്കെയുള്ള ചില കാര്യങ്ങളും വരുന്നുണ്ട്. ഈ തലമുതിർന്ന നേതൃത്വത്തെ വധിച്ചാൽ ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന ശത്രുക്കളുടെ മോഹൻ തകർന്നുപോയി എന്നാണ് ഈ മുജ്തബ കബീനിയുടെ പ്രസ്താവനയിലുള്ളത്. അദ്ദേഹമാണ് ഇക്കാര്യം പറഞ്ഞത്. ഇറാനെ തരിപ്പണമാക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും സൈനിക നടപടികൾ കുറയ്ക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റമാറിനെ ട്രംപ് രൂക്ഷമായിട്ട് ഇതിനിടയിൽ തന്നെ വിമർശിച്ചതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും സഖ്യകക്ഷികൾക്കിടയിലെ ഭിന്നത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കൈമാറ്റത്തിന് 30 ദിവസത്തെ ഇളവ് നൽകാൻ അമേരിക്ക തയ്യാറായത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന്റെ കാരണവും കൂടിയാണ്. കാരണം ഭയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഏകദേശം ഈ അടിയറവ് ഒക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇറാനെ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇറാൻ യുദ്ധം എങ്ങനെയൊക്കെ പോയാലും അവരുടെ ചോരയ്ക്ക് പകരം അവർ ചോദിച്ചിരിക്കും, ഒരു ആക്രമണം നടത്തിയിരിക്കും, അവർ ഓരോന്നും എണ്ണി പകരം വീട്ടിയിരിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം കടുത്തൊരു സാഹചര്യം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം എങ്ങനെ അവസാനിക്കും, എപ്പോ അവസാനിക്കും എന്നതൊന്നും ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതിനിടയിൽ ഈ പറയുന്നത് പോലെ ഹോർമുസ് കടലിടുക്ക് വഴി വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യങ്ങൾ കടക്കുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതുവഴി കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ നിലനിർത്താൻ താല്പര്യപ്പെടുന്നു എന്നതിന്റെ തെളിവായിട്ട് നമുക്ക് ഇതിനെ കാണാം. എന്തായാലും നല്ലൊരു മുന്നേറ്റമാണ് ഇന്ത്യൻ കപ്പലുകൾ അതുവഴി കടത്തിവിടാൻ ഈ ഇറാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇറാൻ ഈ കാര്യങ്ങൾ നടത്തുമ്പോഴും ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യമാണ്. പശ്ചിമേഷ്യയുടെ കനലുകൾ എന്ന് കെടും എന്നുള്ളതാണ്. കാരണം അത്രയേറെ പ്രഹരങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തൃക്കണ്ണ് തുറന്ന് ഇറാൻ എല്ലാം ചാമ്പലാക്കുന്ന രീതിയിലേക്ക്, അതായത് ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എല്ലാം ചാമ്പലാക്കുന്ന രീതിയിലേക്ക് ഇറാന്റെ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ടൂറിസ്റ്റ് മേഖലകളൊക്കെ ഞങ്ങൾ വേണമെങ്കിൽ നശിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ഇറാന്റെ നിലപാട് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് എത്രത്തോളമായിരിക്കാം ഇത് പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം.